നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞിന് എത്ര വയസ്സ് മുതലാണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? കുഞ്ഞിന് 3 വയസ്സായോ? കുഞ്ഞിന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയോ? അല്ലെങ്കിൽ കുഞ്ഞ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയോ? ആ ഏജ് തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കുഞ്ഞ് അത് നമ്മുടെ വീടിനകത്തായാലും അംഗനവാടിയിലോ സ്കൂളിലോ ആയാലും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പബ്ലിക് സ്പേസിലായാലും ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അസോൾട്ട് അല്ലെങ്കിൽ ഇവൻ ഒരു ടച്ച് പോലും ആയിക്കോട്ടെ, അത് കുഞ്ഞ് ഫേസ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞ് ആ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ കുഞ്ഞിന് ആ ഒരു ടച്ചിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ കുഞ്ഞിന് അവർ അബ്യൂസ് ചെയ്യുന്ന രക്ഷപ്പെട്ട് നമ്മളോട് വന്നത് ഇൻഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചിലൂടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുക? ആദ്യമായിട്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നുള്ളത്. അതായത് എവിടെയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും എവിടെയൊക്കെ സ്പർശിച്ചാലാണ് ഗുഡ് ടച്ച്, എവിടെയൊക്കെ സ്പർശിച്ചാലാണ് ബാഡ് ടച്ച് എന്നുള്ളത് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണത്തിന് കുഞ്ഞിനോട് പറയുക, വാവേൻ്റെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ? ഇത് ഗുഡ് ടച്ചാണ്. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് ആരും ആയിക്കോട്ടെ, വീട്ടിലുള്ളവരായിക്കോട്ടെ, ഏറ്റവും നമ്മുടെ ഒരേ വീട്ടിൽ താമസിക്കുന്ന ഏറ്റവും അടുത്തിട്ടുള്ള ബന്ധുവായിക്കോട്ടെ, രക്തബന്ധത്തിലുള്ള ആളുകളായിക്കോട്ടെ, സ്കൂളിലെ ടീച്ചറായിക്കോട്ടെ, ബസ്സിലെ മാമനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ ആരായാലും ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ? ബാഡ് ടച്ചാണ്. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ? ബാഡ് ടച്ചാണ്. അല്ലെങ്കിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ? ഗുഡ് ടച്ചാണ്. അപ്പോൾ ബാഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തള്ളി മാറ്റണം, അവിടെ നിന്ന് ഓടി വരണം, എന്നിട്ട് അമ്മയോട് വന്നിട്ട് പറയണം, അമ്മ ഇന്ന് ഇയാൾ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയണം. ഒരു ഒരു ബാഡ് ടച്ച് വരുമ്പോൾ അതിന് നോ പറഞ്ഞ് അവിടെ നിന്ന് ഓടി വരാനും നമ്മുടെ പാരൻറ്റിനോട് പറയാനും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഞാനിപ്പോൾ 3 വയസ്സുള്ള കുട്ടികളെ തൊട്ട് പഠിപ്പിച്ചു തുടങ്ങണമെന്ന് പറയുമ്പോൾ പലരും കുറച്ച് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവും. പലരും വിചാരിക്കും ഡോക്ടർ എന്തൊക്കെയാണ് പറയണേ, 3 വയസ്സുള്ള കുഞ്ഞിന് ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? പറഞ്ഞു കൊടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഈ ചിച്ച അല്ലെങ്കിൽ ഈ മിന്നി അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേർഡ്സ് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ എസ്പെഷ്യലി നമ്മൾ പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ വജൈന എങ്കിൽ വജൈന, അല്ലെങ്കിൽ പെനിസ് എങ്കിൽ പെനിസ്, നമ്മളെ എക്സാക്റ്റ് നമ്മൾ വേർഡ് കുഞ്ഞിന് യൂസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ കുഞ്ഞിന് നാളെ ഒരിക്കലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുഞ്ഞിനത് ക്ലിയർ ആയിട്ട് ആ ഒരു ഡിസ്റ്റർബൻസ് കുഞ്ഞിനെ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാളോട് കുഞ്ഞിനത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് കുഞ്ഞിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സാഹചര്യം കുഞ്ഞ് നേരിടുവാണെങ്കിൽ കുഞ്ഞ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ആരോട് വന്നിട്ട് ആദ്യം പറയണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അമ്മയാണെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും ആദ്യം വന്ന് മോനെ അത് എന്നോട് പറയണം. ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറോ, ഇവൻ ഡോക്ടർ പോലും ആവണ്ട, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു നഴ്സ് പോലും ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ദിനം പ്രതി എത്ര സെക്ഷൽ അബ്യൂസ് കേസസ് ആണ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇവൻ ഒരു എക്സാമിനേഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അതിൽ എത്ര പേരാണ് ഇതിങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ട് പോലും സംസാരിക്കാതിരിക്കുന്നതെന്നറിയാമോ? ഇങ്ങനെ ഇരയാവുന്നവരിൽ ഒരു 5-10% പേര് മാത്രമാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ ഇൻ ജനറൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ചൈൽഡ് അബ്യൂസിൻ്റെ റേറ്റ്. അതിൽ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല, നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ ഒരുപാട് നല്ലൊരു ശതമാനം ആൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന കേസുകളാണ്. പലപ്പോഴും പാരൻസ് നാണക്കേട് കൊണ്ട് പലരോടും അത് പുറത്ത് പറയാറില്ല. പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇവൻ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകൾ പോലും ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട്
ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് ദയവീതിരിക്കരുത്. നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുക, നമ്മുടെ കുഞ്ഞിനെ സമാധാനിപ്പിക്കുക. ഒരിക്കലും നമ്മുടെ കുഞ്ഞിനോട് ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചിലോട്ട് പോകാണ്ടിരിക്കുക. നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞ് വന്നിട്ട് കുഞ്ഞിൻ്റെ ഒരു അബ്യൂസ് പറയുമ്പോഴത്തേക്കും വിടരുത്, അല്ലെങ്കിൽ അച്ഛനോട് പറയരുത്. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, അല്ലെങ്കിൽ മറ്റാരോടും പറയരുത്, മറ്റാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകും. ദയവ് ചെയ്ത് അങ്ങനെ ഒരു സപ്രസീവ് മെൻറ്റാലിറ്റി നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വന്ന് പറയുന്നത് അമ്മയോടാവട്ടെ, അച്ഛനോടാവട്ടെ, അമ്മൂമ്മയോടാവട്ടെ, ആരോടും ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ഇത് കേൾക്കുന്നവരാണെങ്കിലും അത് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ കുഞ്ഞ് ഫ്യൂച്ചറിൽ ആ ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ ട്രോമ മറന്നുപോയാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഡിനയലിൻ്റെ ഒരു ട്രോമ കുഞ്ഞ് മറക്കത്തില്ല. കുഞ്ഞ് നിങ്ങളുമായിട്ട് ഇമോഷണലി അകലും. സോ കുഞ്ഞിന് ഒരിക്കലും നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ ലൈഫിൽ ഒരു ഇമോഷണൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. കുഞ്ഞതെന്നും ഈവൻ ഒരു അഡൾട്ട് സ്റ്റേജിൽ പോലും കുഞ്ഞത് ഓർത്ത് വയ്ക്കും. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇത്രയും ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചൈൽഡ് അബ്യൂസ് കേസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഇവൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായാലും ചെയ്യപ്പെടാത്തതായാലും ഒരു 80-90% കേസുകൾ വരുന്നത് വീടിനകത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ കുഞ്ഞിന് ഏറ്റവും വിശ്വാസമുള്ള ആളുകളുടെ അടുത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള അബ്യൂസ് കേസുകൾ. എന്തുകൊണ്ടാണ്? നമ്മൾ കുഞ്ഞിലെ തന്നെ നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും, മോനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അവരുടെ കൂടെ പോരുത്, പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു മിഠായിയോ എല്ലാം തന്നാൽ ഒന്നും മേടിച്ച് കഴിക്കരുത്. പക്ഷേ അകത്തുനിന്നുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാറില്ല നമ്മൾ, അല്ലേ? നമ്മുടെ അകത്തുനിന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ആരും ഏറ്റവും അടുത്തിട്ടുള്ള ബന്ധുവായിക്കോട്ടെ, ഞാൻ എസ്പെഷ്യലി ഞാനിങ്ങനെ പേര് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് എനിക്കറിയാം. നമ്മൾ ഏറ്റവും അടുത്തിട്ടുള്ള, അത് മാമനായിക്കോട്ടെ, കുഞ്ഞിൻ്റെ അച്ഛനായിക്കോട്ടെ, വല്യച്ഛനായിക്കോട്ടെ, അപ്പൂപ്പനായിക്കോട്ടെ, ഈവൻ സ്ത്രീകളും ആയിക്കോട്ടെ, സ്ത്രീകൾ അബ്യൂസ് ചെയ്യുന്ന കേസുകളും ഉണ്ട്, സ്ത്രീകളും ആയിക്കോട്ടെ, അങ്ങനെ ഏറ്റവും അടുത്തുനിന്നുള്ളവർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുഞ്ഞിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുഞ്ഞിനെ ഇതൊരു ഗെയിം പോലെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ടൊന്നും കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് അതിൻ്റെ മാനസിക വളർച്ചയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഗെയിം പോലെ പഠിപ്പിച്ചാൽ മതി. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നത് പറയും. നിങ്ങൾക്കതൊന്നും അറിഞ്ഞാൽ പോരെ. സോ നിങ്ങൾക്കത് അറിയാൻ പറ്റും കുഞ്ഞിനെ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഒരാൾ, കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മൂമ്മയായിക്കോട്ടെ, എപ്പോഴും നമ്മൾ കുഞ്ഞു മക്കളെ കുളിപ്പിക്കുമ്പോൾ മക്കളുടെ പ്രൈവറ്റ് പാർട്സ് നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കണം. അത് കുഞ്ഞുങ്ങളുടെ മൂത്രമൊഴിക്കുന്ന പാടാവട്ടെ, അല്ലെങ്കിൽ മലവിസർജനം നടത്തുന്ന പാടാവട്ടെ, ഏനസ് ആയിക്കോട്ടെ, വജൈന ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ പെനസ് ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ആയിക്കോട്ടെ, കക്ഷഭാഗങ്ങളായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് നോക്കണം അവിടെ എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഒന്നിനുമല്ല, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് നമുക്ക് നല്ലതായിരിക്കും അത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരത്തെ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ പോയിട്ടൊക്കെയാണ് വരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും, ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 1 മണിക്കൂർ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് സ്നേഹത്തോടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കണം, ഇന്ന് ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചു, ഇന്ന് ആരുടെ എന്തൊക്കെയുണ്ടായി വിശേഷങ്ങൾ, എന്ത് ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ കളിച്ചോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത്, അല്ലെങ്കിൽ അംഗൻവാടിയിൽ എന്തൊക്കെയാണ് നടന്നത്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം കുഞ്ഞിനോട്. നമ്മുടെ കുഞ്ഞിനോട് കുറച്ചും കൂടി അടുത്ത് പെരുമാറി കുറച്ചും കൂടി ടോക്കറ്റീവ് ആയാൽ മാത്രമേ കുഞ്ഞുങ്ങൾ നമ്മളോട് കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്ഡ് ആയിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനായിട്ടുള്ള സ്പേസ് നമ്മൾ പതിയെ ഉണ്ടാക്കണം. അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു മനുഷ്യ മനസ്സിന് ഒട്ടും കേട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും മോശമായിട്ടുള്ള, അത്രയും നാണക്കേടുണ്ടാക്കുന്ന ന്യൂസുകളാണ് പലരും നമ്മൾ കേട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഇതെല്ലാം ഒറ്റപ്പെട്ട വാർത്തകളാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കേസുകളിൽ 1-2 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏത് കുഞ്ഞും ആയിക്കോട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നാളെ ഫ്യൂച്ചർ ലൈഫിൽ ഫേസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ
നമ്മൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക ടു സേ നോ. കുഞ്ഞുങ്ങളോട് നോ പറയാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ